മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനെയാണെങ്കിൽ മഞ്ജുവിൻ്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ മാസികകളെല്ലാം വായിച്ച് അങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന സീമന്തിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ വീട്ടിൽ ഒരു പണികളും എടുക്കൂല. അതുപോലെ തന്നെ മൊബൈൽ നോക്കലും അതുപോലെ തന്നെ മേഘൻ്റെ ഒപ്പം ട്രിപ്പിന് പോവുകയാണ് മഞ്ജുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളെല്ലാം. അതുപോലെ തന്നെ മഞ്ജു ആണെങ്കിൽ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളും സീമന്തിനിക്ക് നഷ്ടപ്പെടുകയാണ്. അതെല്ലാം കൊണ്ടുവന്നിട്ട് വേണം മകൾ സ്വാതിയെ കല്യാണം കഴിപ്പിച്ച് വിടാനെന്നെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതും കൊണ്ടുവന്നില്ല. എല്ലാം കൊണ്ടും ആകെ ദേഷ്യത്തിൽ സീമന്തിൻ്റെ മുറിയിലേക്ക് കയറി വന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇത് നിൻ്റെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന വീടാണ്, അതല്ലാണ്ട് നിൻ്റെ സ്വന്തം വീടൊന്നും അല്ല. നീ നിൻ്റെ കാര്യവും നിൻ്റെ ഭർത്താവിൻ്റെ കാര്യവും സ്വന്തമായിട്ട് നോക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് വന്ന് നിന്നോടിത് പറയേണ്ട കാര്യമില്ലായിരുന്നു. മാത്രമല്ല ഏതൊരു അമ്മായിയമ്മയായാലും എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിലും ഇതുപോലെ തന്നെ നിന്നോട് വന്ന് ചോദ്യം ചെയ്യുമെന്നൊക്കെ സീമന്തിനി പറയാണ്. മരുമകൾ ഉത്തരവാദിത്തങ്ങൾ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ അമ്മായിയമ്മ പോലെ എടുക്കേണ്ടി വരുമെന്നെല്ലാം സീമന്തിനി പറയാൻ കേട്ടോ. മേഘന് ഒരു ഗ്ലാസ് ചായ പോലും നിനക്ക് ഇട്ട് കൊടുക്കാനുള്ള കഴിവില്ല എന്നെല്ലാം പറഞ്ഞ് സീമന്തിനി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് മഞ്ജുവിനോട്. പിന്നീടാണ് സീമന്തിനി പറയുന്നത്, ഇവിടുത്തെ ജോലികളൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നോളാൻ പറയുമ്പോൾ മേഘനാണെങ്കിൽ അമ്മയ്ക്കൊപ്പം സപ്പോർട്ട് ചെയ്യാണ്. ഇത് കേൾക്കുന്ന മഞ്ജുവിന് ആകെ കലി തുള്ളുകയുണ്ട് മേഘനോട്. അപ്പോൾ മഞ്ജു പറയുന്നത്, ശരി ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം, എനിക്ക് അതിലൊരു പരിഭവവുമില്ല. വീട്ടിൽ പോയി നിന്നാൽ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരില്ലാണ്ട് ഭംഗിയായിട്ട് നടക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അവിടെ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമില്ലാത്തതുണ്ട്, എൻ്റെ കണ്ണേട്ടനെയും അതുപോലെ തന്നെ മഹാലക്ഷ്മി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടേക്ക് പോവാത്തത്, ഇവിടെ തന്നെ നിൽക്കുന്നതെന്നെല്ലാം മഞ്ജു പറയുകയാണ്. മഞ്ജു ആണെങ്കിൽ മേഘനോട് പറയുന്നത്, വിവാഹത്തിന് മുൻപ് എന്നോട് എത്ര സ്നേഹമായിരുന്നു മേഘേട്ടന്, അതൊന്നും ഇപ്പോൾ എന്നോടില്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നുമില്ല എന്നെല്ലാം പരാതിയായിട്ട് തന്നെ മഞ്ജു എല്ലാവരോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേഘന് തീരെ ഇഷ്ടാവുന്നില്ല. മേഘൻ മഞ്ജുവിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അവിടെ നടക്കില്ല. മഞ്ജു ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ മേഘനെ വരച്ച വരയിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും മഞ്ജുവിനെ കല്യാണം കഴിച്ചോടെ മേഘൻ്റെ ജീവിതം കഷ്ടത്തിലാവുകയാണ്. അങ്ങനെ അവരെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴേക്കും അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയ മേഘനാഥന് കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. പിന്നീടാണെങ്കിൽ സീമന്തിനി വാമൻ്റെ നേർക്ക് തിരിയുന്നുണ്ട്. വാമനാണ് ഈ കല്യാണം നടത്തിയതെന്നും പെങ്ങളുടെ മകളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പം എന്തായി, ഒന്നും കിട്ടാനുമില്ല, ഒന്നും കൊണ്ടുവന്നുമില്ല. അവൾ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ ഒരു സ്വർണം പോലും എൻ്റെ മോന് ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയാണ്, അവൾ തൊടിയിക്കുകയും ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞ് സീമന്തിനി വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട് വാമനോട്. വീട്ടിലുള്ള ഒരു പണിയും എടുക്കൂല. ആ കണ്ണനെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ എന്തുമാത്രം സഹായങ്ങൾ ആ മോൻ ചെയ്തേനെ എന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ. എന്നെ വിവാഹം കഴിച്ചിവിടെ കൊണ്ടുവന്ന സമയത്ത് ആ കണ്ണൻ എന്തെല്ലാം സഹായങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിരുന്നതെന്നെല്ലാം വാമനോടായിട്ട് സീമന്തിനി പറയുന്നുണ്ട്. അവനെ ഒന്ന് സോപ്പിട്ട് നിന്നിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നേനെന്നെല്ലാം പറയുകയാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന വാമൻ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാണ്, ഒരു അബദ്ധം പറ്റിപ്പോയില്ലേ, ഇനി എനിക്ക് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയാണല്ലോ എന്നെല്ലാം വാമൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. സീമന്തിനി പറയുന്നുണ്ട്, അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാനെല്ലാം സീമന്തിനി വാമനോട് പറയുന്നുണ്ട്. ദുർഗാമ്മയാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുന്നുണ്ട്. മഞ്ജുവിൻ്റെ ജീവിതം ഏകദേശം നശിച്ചല്ലോ എന്നാലോചിച്ച് അതും വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നതാണ് കണ്ണനും അതുപോലെ മഹാലക്ഷ്മിയും പത്രം നോക്കിയിരിക്കും. പത്രത്തിലുള്ള ഓരോ വാർത്തകൾ വായിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് പെൺകുട്ടിയെ ശല്യം ചെയ്ത സാമൂഹ്യ വിരുദ്ധൻ അറസ്റ്റിൽ എന്ന് പറഞ്ഞുള്ള വാർത്ത കേൾക്കുന്നു. ആ വാർത്തയിലെ ഫോട്ടോ കണ്ണൻ കാണാണ്. കണ്ണൻ പറയും, ഇത് മാർക്കോ അല്ലേ എന്ന് പറയുന്നു. ആ സമയം തന്നെ മഹാലക്ഷ്മി പത്രം വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അതേ കണ്ണേട്ട, ഇത് തന്നെയാണ് എന്നെയും രക്ഷിച്ച ആളെന്ന് പറയുന്നപ്പോൾ കണ്ണൻ പറയുന്നു, ഇത് തന്നെയാണ് എന്നെയും വൈദ്യൻ്റെ അവിടെ നിന്ന് രക്ഷിച്ചത്, ആണ് മാർക്കോ എന്ന് പറയുന്നു. ഈ ആളെ രക്ഷിക്കാനാണ് അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഈ ചെറുപ്പക്കാരനെ ആരോ ചതിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ ഇവനെ രക്ഷിക്കണം കണ്ണേട്ട എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.